ഇത് ഒഴുക്കുതോട് തീരമാണ്. കൊല്ലം ശക്തികുളങ്ങരയുള്ള ഒഴുക്കുതോട് തീരമാണ്. ഇക്കുറി മൺസൂൺ കടലിൻ്റെ അപ്പല്ലി, കടലെടുക്കുക എന്ന് പറയും, അത് സംഭവിച്ചത് വളരെ കുറച്ച് വൈകിയാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ച, ഒരു 1.5 ആഴ്ചയായി. സാധാരണ ജൂൺ മാസത്തിലെ വരണ്ടാണ്ട് ഇതിപ്പോൾ ആഗസ്റ്റായി. അപ്പോൾ ഇപ്പോൾ കടൽ ശരിക്കും പ്രക്ഷുബ്ധമായ കടലാണ്. കടലിൽ നീര് പിരിച്ച് വർഷം ഒരു എന്ന് പറയുന്ന പോലെയുള്ള ഒരു കടലാണ്. ഇവിടെ പൂർണ്ണമായും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ്. അപ്പോൾ അവിടെ ഇന്ന് ഈ തീരത്തുനിന്ന് വളരെ ഒരു ചെറിയ ഫിഷ് ലാൻഡിങ് സെൻ്ററാണ്. ഇപ്പോൾ ഇവിടുന്ന് ഇന്ന് കടലിൽ പോയിരിക്കുന്നത് 2-3 വള്ളങ്ങൾ, 3-4 വള്ളങ്ങളാണ്. അവർ ഇവിടെ ഒരു പ്രത്യേകതരം മത്സ്യബന്ധനമാണ്. കല്ലിൽ വല വിരിച്ച് കല്ലിറാളുകളെ പിടിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ. അവർക്ക് നമുക്കവരുടെ ഇതിന് ചെറിയ കല്ലിൽ നിൽക്കുന്ന ചെറിയ മത്സ്യങ്ങളും മറ്റുമാണ് ഉള്ളത്. ഇതിന് പുറമെ ഈ റാള് എന്ന് പറയുന്നത് വളരെ വിലയേറിയ മത്സ്യമാണ്. അത് എക്സ്പോർട്ടിങ്ങിനാണ് കൂടുതലും. അവർ കഴിഞ്ഞ സീസൺ 1-2 ദിവസം ഇത് കിട്ടിയതൊഴിച്ചാൽ വലിയ ക്യാച്ചിങ് ഒന്നും ഇല്ല സാധാരണ. റാളിൻ്റെ പണിക്കല്ലേ പോയ? ഇല്ലല്ലേ? റാളിൻ്റെ ആരെങ്കിലും ഉണ്ടോ പോയ? അവർ വന്നില്ലല്ലേ? 2 വള്ളം എന്ന് പറഞ്ഞത്. ഇതെന്ത് പണി മോശമാണോ? ഈ അപ്പുറത്തൊക്കെ നല്ല ഇതുണ്ടല്ലോ, മീനുണ്ടോ അപ്പുറത്ത്? അല്ല അവിടെയൊക്കെ ഇല്ലേ? അവിടെ എന്തോന്ന് അറിയത്തില്ല, ഇന്നത്തെ വിവരം എന്തോന്ന് അറിയത്തില്ല. അവിടെ മീനുണ്ടായിരുന്നു, മെനഞ്ഞാന്നൊക്കെ മീനുണ്ടായിരുന്നു. ഇന്നലെയൊക്കെ മീനുണ്ടായിരുന്നു. ഇന്നത്തെ വിവരം എന്തോന്ന് അറിയത്തില്ല. ഇതിപ്പോ നിങ്ങൾ എന്തിന്റെ പണിക്കാ പോയത്? പരവായി ഈ പരവയുടെ പണിക്കാണ് പോയത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇന്ന് ഭയങ്കര മോശമാണ്. കടല് എങ്ങനെ വർഷം വന്നു? കടല് വന്നോ? ഇനി എങ്ങനെ എത്ര നാൾ കൂടെ നിങ്ങൾക്ക് ഈ പണി കിട്ടും? ഇത് മോശമാണോ പണി? നേരത്തെ അവർ പറയുന്നത് ഇനി ഈ ഒരു മാസവും കൂടെ ഒക്കെ, ഒരു 2-3 ആഴ്ചയും കൂടെ ഒക്കെ ഈ സീസൺ നിൽക്കും. കടല് വന്നതുകൊണ്ട് ഞാനെടുത്ത് കാണിച്ചത് ഇതെന്ത്? ഇത് ഉടുമ്പ്. ഇത് സാറിന് ഇത് എങ്ങനെ എന്തിനാ ഉപയോഗിക്കുന്നത്? എല്ലാം കറി വെക്കും. ആവുപോലുള്ളൊരു മീനാ. അതായത് ഇത് കൂടുതൽ കിട്ടിയാൽ എന്ത് ചെയ്യും? കൂടുതൽ കിട്ടിയാൽ ഇവിടെ എടുക്കാൻ ആളുണ്ട്, ഉണക്കുകാരെടുക്കും. ഉണക്കുകാർ എടുക്കും. പരവായ്ക്ക് പോയിട്ട് വേറെ എന്തൊക്കെ ഞണ്ട് നോക്കട്ടെ, ഓരോന്ന് കാണിച്ച്. ഇത് ഓവിക്കൊഞ്ച്. ഓഷ്യൻ ബ്ലാക്ക് അല്ലേ? അതെ. തൂക്കിപ്പിക്കണ വേണ്ട. ഇതങ്ങനെ ഇത് കൂടുതൽ ഈ കൊഞ്ച് കിട്ടാറുണ്ടോ? ഇല്ല, ഇതൊക്കെ ഇങ്ങനെ അപൂർവമായിട്ട് കിട്ടാറുണ്ട്. ഇത് കല്ലിലെ ആണല്ലേ? അല്ല, ഇത് പടിഞ്ഞാറ് ബോട്ടുകൊണ്ട് വലിക്കുമ്പോൾ. പിന്നെ ഉള്ളത് വെറൈറ്റി ആയിട്ടുള്ളത് ഞണ്ട. വെറൈറ്റി ആയിട്ടുള്ള ഞണ്ട് എടുക്കണോ? അപ്പുറത്തെ വള്ളത്തിൽ നോക്ക് കേട്ടോ. അപ്പോൾ ഇവർക്ക്
വല നിറയെ മീൻ കിട്ടേണ്ടതാണ് ഈ സമയത്ത്. അപ്പോൾ ഈ കടലിൽ വന്നപ്പോൾ ഇനിയും എങ്ങനെ നമുക്ക് മീൻ കിട്ടുമോ ഇനി അങ്ങോട്ട്? പ്രതീക്ഷിക്കാം. ആ ഉറപ്പൊന്നുമില്ല. ആ ഇത്തവണ സീസൺ 1-2 ദിവസം ക്യാച്ചിങ് ഉണ്ടായിരുന്നു. ആ 2 ആഴ്ച ആ രണ്ടാഴ്ചയോളം പണിയുണ്ടായിരുന്നു. പരവായും കാടയും പരവായും കൊഞ്ചും. ആ അപ്പോൾ ഈ വർഷത്തേക്കുള്ള കാര്യങ്ങളൊക്കെ സംഭരിച്ചോ? കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. ആ ആ അത് കഴിയുമ്പോഴേ പിന്നെ വീണ്ടും ഡൗൺ ആവും. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തും മറ്റു സ്ഥലങ്ങളിലൊക്കെ കടൽക്ഷോഭം ഉണ്ടല്ലോ. ഇവിടെ കടലെങ്ങനെ ഉണ്ട്? അതൊക്കെ പേടിച്ചാ പോകുന്നത്. അല്ല, നിങ്ങൾ ഈ ലൈഫ് ജാക്കറ്റ് എല്ലാവരും ഉപയോഗിക്കും? ഉപയോഗിക്കും. ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കണം, എന്നാലേ അത് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ഞങ്ങള് 4 പേര് ഇട്ടുകൊണ്ട് പോകുന്നത്. ഞങ്ങൾ പേടിച്ച ആൾക്കാരെ ഞങ്ങള്. ആണല്ലേ? ഇതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ആ പേടിച്ചാൽ പറ്റത്തില്ലല്ലോ, കടലിൽ പോയാലും പിന്നെ വെള്ളത്തിന്റെ മേളിൽ കിടക്കുവാണ് എന്തായാലും ജാക്കറ്റിൽ നമ്മൾ പറയുന്നു. ഇതെന്ത് പരവായ കിട്ടിയില്ലല്ലേ? ആവോലി കാണിച്ചേ. ആവോലി പിന്നെ അതെന്ത് മുത്തല്ലി? ആ ഇത് ചില പ്രത്യേക മീനുകളും ഉള്ള മീനുകളാണ്. ഇത് എന്ത് വലയാണ്? ഇത് ടങ്കീസ് വലയാണ്. ഇത് പണ്ടിങ്ങനെയുള്ള വലയല്ലല്ലോ. ആ അത് കളയാം, കാണിക്കാൻ ചെന്ത്. പിന്നെ ആ ഇത് ഈ വല എങ്ങനെയാ കാച്ചിങ്? നല്ലതാണോ? ഇത് പ്രത്യേകത എന്തു? എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റും ഈ വല? ഇപ്പം ഇവിടുന്ന് റാള് പിടിക്കാനായി പോയ 2 വള്ളങ്ങളാണ്. പക്ഷേ അവരിതുവരെ എത്തിയിട്ടില്ല. അവരൊക്കെ അത് ഒരു പ്രത്യേകതരം ഫിഷിങ്ങാണ്. ഇവിടുന്ന് ആകെ 4 വള്ളങ്ങളാണ്. കടൽ പ്രക്ഷുബ്ധമായതുകൊണ്ട് അവർ വളരെ പേടിച്ച് കടലിൽ പോയാൽ ഉപജീവനവും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. വലിയ കടലുണ്ടെങ്കിലും അവർക്ക് പണിയെടുത്താലേ ഓരോ ദിവസവും മുന്നോട്ട് പോകത്തുള്ളൂ, അല്ലേ? അവർക്ക്